ആത്മാവിനാലും അഗ്നിയാലും ഞാൻ നിങ്ങളെ ഇനി സ്നാനം കഴിപ്പിക്കും. നമ്മൾ അതിനായിട്ടൊന്ന് വാഞ്ചിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 6-ാം വാക്യം വായിച്ചു. ഞാൻ അതല്ല എന്റെ മെസ്സേജിലൂടെ വേഗത്തിൽ കയറിക്കൊള്ളാം. ക്രിസ്ത്യൻ ലൈഫ് ഒരു അത്ഭുതങ്ങളുടെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം നിരന്തരം അത്ഭുതമാണ്. നമ്മൾക്ക് വായിച്ചു. അവൻ ഇവിടെ ഇല്ല. യേശുവിനെ കുറിച്ചാണ്. അതിന്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെസ്സേജിലോട്ട് കടന്നു വരുന്നത്. നമ്മുടെ ജോസഫിനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മെസ്സേജ് എടുത്ത് വീട്ടിൽ ചെന്നിരുന്ന ഞാൻ ഒത്തിരി കൈവാനായിട്ട് എടുക്കുന്ന കർത്താവ് ജോസഫിനെ കുറിച്ച് ഇത്രയും എനിക്ക് എവിടെ നിന്ന് അറിവ് കിട്ടുന്നു. ജോസഫ് ആണല്ലോ, എന്റെ പേര് ജോസഫ് എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു ഞാനൊരു ജോസഫായി തീർന്നിരിക്കുന്നതിന്റെ ഓർത്ത് ഞാൻ സ്തോത്രം. മെസ്സേജുകളെല്ലാം ജോസഫ് നിങ്ങളാണെന്ന് ചിന്തിക്കണം. മിസ്രൈമിന്റെ ദേശത്ത് യേശു വിതയ്ക്കുന്ന ഒരു വിത്തായിട്ട് ജോസഫ് അവിടെ പടർന്നു വന്നിരിച്ചു. അവിടെ ക്രിസ്ത്യാനിറ്റിയെ രൂപം കൊടുത്തു, അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന ജനത്തെ രൂപം കൊടുക്കുവാൻ ജോസഫിനെ യേശു അവിടെ വിതച്ചു. എങ്കിൽ നമ്മളാകുന്നവര് ഈ അടിമത്ത ലോകത്തില് സാത്താന്റെ അധീനതയിലായിരിക്കുന്ന ഈ ഇംഗ്ലണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജോസഫ് ആകും. ഞാൻ പടർന്നു വന്നിരിക്കും. ഞാനും എന്റെ കുടുംബവും എന്റെ പിതാവും എന്റെ മക്കളും വന്ന് ഞങ്ങൾ ഇവിടെ വാഴും. യേശുവിനെ ഞങ്ങളിവിടെ ഉയർത്തും. ക്രിസ്ത്യൻ ലൈഫ് ഒരു അത്ഭുതകരമായ ജീവിതമാണ്. അവൻ ഇവിടെ ഇല്ല. യേശുവിനെ തപ്പിപ്പോയതാ. യേശുവിന്റെ അമ്മയും ശിഷ്യന്മാരും എല്ലാം കൂടി. അവർക്ക് യേശുവിനെ ശരിക്കും അറിയാവുന്നതാണ്. യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയാവുന്ന ശിഷ്യന്മാർ യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ട്. യേശുവിന്റെ ജനനത്തെ കുറിച്ച് മനസ്സിലാക്കി. യേശുവിന്റെ അപ്പനും അമ്മയും ആരാണെന്ന് മനസ്സിലായി. അപ്പൻ പരിശുദ്ധാത്മാവും, അമ്മ അവിടെയുള്ള മറിയ, ബെത്ലഹേമിക്കാരി മറിയാണെന്ന് മനസ്സിലായി. അവര് കാർപ്പന്റർ ഫീൽഡിലാണ് വളർന്നത്. 30 വയസ്സ് വരെ അദ്ദേഹം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. 30 വയസ്സിന് ശേഷം തന്നെ ഭൂമിയിലേക്ക് ദൈവം അയച്ച പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ തൊട്ട് അത്ഭുതങ്ങളാണ്. ഈ ശിഷ്യന്മാർക്ക് യേശു ചെയ്യുന്ന നിരന്തരം അത്ഭുതമാണ്. അദ്ദേഹം വസ്ത്രം മാറുന്നത് അത്ഭുതം, അദ്ദേഹം ഒരുത്തനെ ഉയർത്തുന്നത് അത്ഭുതം, അല്ലെങ്കിൽ ഒരുത്തനെ ശാസിക്കുന്നത് അത്ഭുതം, പള്ളിയിൽ ശുശ്രൂഷിക്കുന്നത് അത്ഭുതം, അദ്ദേഹത്തിന്റെ മാതാവിനോട് സംസാരിക്കുന്ന രീതിക്ക് അത്ഭുതം, കാനാവിൽ ചെന്നപ്പോ അവിടെ അത്ഭുതം, ശതാധിപം വന്നപ്പോ അത്ഭുതം, കുരുടന് കാഴ്ച കൊടുക്കുന്ന അത്ഭുതം, മുടത്തിനെ നടത്തുന്ന അത്ഭുതം, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് അത്ഭുതം. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട് ശിഷ്യന്മാർ ഇങ്ങനെ പകച്ചിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മുടെ സമയത്ത് തന്നെ നിരന്തരം അത്ഭുതമാകുമ്പോൾ എന്തുപോ നടക്കുന്നത് നമുക്ക് തന്നെ ചിന്തയില്ലാതെ വരും. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അതിനുശേഷം ഒരു ദിവസം പറയാം, യോഹന്നാൻ 14 കാണാം, നിങ്ങൾ കലങ്ങിയിരുന്ന നിങ്ങളുടെ ഹൃദയം എന്നെ എടുക്കപ്പെടുവാൻ ഞാൻ പോകുവാൻ സമയമായിരിക്കുന്നു. അവരോടൊരു വിടവാങ്ങൽ പ്രസംഗങ്ങളെല്ലാം നടത്തി. അതിനുശേഷം തന്റെ പീലാത്തോസിന്റെ അരമനകളിലും കയ്യാഫിന്റെയും കല്ലാഫിന്റെ അരമനകളിൽ തന്നെ വിധിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. തന്റെ സഹോദരനായ യൂദ ഒറ്റിക്കൊടുക്കുന്നു. താനെ വളർത്തി വലുതാക്കി യൂദ ഒറ്റിക്കൊടുക്കുന്നു. ഇതിനുശേഷം യേശുവിനെ കാൽവരിയുടെ കൊലക്കളത്തില് 3 ആണികളുടെ മേൽ അല്ലെങ്കിൽ 2 കള്ളന്മാരുടെ മധ്യേ അവരെ ക്രൂശിച്ചു, അടികൊണ്ടു. മരിച്ചതിന് തുല്യതനായിട്ട് ഗെത്സമന തൊട്ട് കാൽവരി വരെ നടന്നു. മരിച്ചു എന്ന് വിശ്വസിച്ചു, അല്ലേ? പീലാത്തോസിന്റെ കരക്കളത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റിട്ടില്ലെന്നാ പറയുന്നത്. അടി കൊണ്ടതിന് ശേഷം ആരും എഴുന്നേറ്റിട്ടില്ല. പക്ഷെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നത് ക്രൂശ് മരണത്തിനായിട്ടായതിനാൽ അവിടെ നിന്ന് എഴുന്നേറ്റു. തന്റെ ഭാരമേറിയ ഒരു ക്രൂശിൽ ചുവന്ന് താൻ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗോൽഗോത്ത വരെ എത്തി. കാൽവരിയിലെത്തി. തന്റെ ശരീരം മറ്റുള്ള 2 പേരുടെയും കാൽമുട്ടുകളെയും കണങ്കാലുകളെയും ഒടിച്ച് ജീവൻ വെടിഞ്ഞപ്പോൾ തന്നെ സമർപ്പിച്ച് തന്റെ ശരീരവും ആത്മാവും ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. അത്ഭുതങ്ങളുടെ പരമ്പര അവസാനിച്ചു എന്ന് അവര് കൂടെ ഇരുന്നവരും വിശ്വസിച്ചു. ഇത് രാവിലെ കാലം ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ യഹൂദന്മാരുടെ ഒരു പ്രമാണത്തെ കുറിച്ച് എനിക്ക് വായിക്കുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഇവര് 40 ദിവസം ഈ ശവശരീരത്തെ സുഗന്ധദ്രവ്യങ്ങൾ വെച്ച് ഇതിനെ സുഗന്ധദ്രവ്യങ്ങൾ കൊടുക്കും. ഞാനിങ്ങനെ പണ്ടെങ്ങോ ഒരു മെസ്സേജ് കേട്ടിട്ടുണ്ട്. യേശുവിന്റെ ശവശരീരം അരിമത്ഥ്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ വെച്ചുവെങ്കിലും അത് എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് റെഫറൻസുകളൊന്നും കിട്ടാതിരുന്നത് ഇന്ന് രാവിലെ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. 40 ദിവസക്കാലം യഹൂദന്മാരുടെ ആചാരപ്രകാരം അവർക്കൊരു ഒരു സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചുള്ള ശുശ്രൂഷ. ഇതിനായിട്ട് ഇവര് ശവശരീരം വാങ്ങി തന്റെ നാഥൻ ഞങ്ങളുടെ ലീഡർ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിചാരത്തോടുകൂടി അത്ഭുതങ്ങൾ അവസാനിച്ചു. എന്തൊരു സന്തോഷം, അല്ലെങ്കിൽ സമാധാനം, ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് ഇവർ ഈ കുന്തിരിക്കോടും കുന്തിരിക്കോടും സഹോദരവികളുമായിട്ട് കല്ലറക്കൽ ചെല്ലുകയാണ്. അപ്പോൾ പറഞ്ഞോളൂ, എന്തോരുന്നു കഴിഞ്ഞ 3.5 വർഷം
യേശുവിനോട് കൂടി നടന്ന സമയം. അവിടെ ചെന്ന് അവർ കല്ലൊക്കെ ഉരുട്ടി മാറ്റാൻ നോക്കുമ്പോഴത്തേന് ഒരു അടുത്ത ചോദ്യം, അതാണ് പ്രിയാരെ വായിച്ചത്. അവൻ ഇവിടെ ഇല്ല. വീണ്ടും സ്റ്റക്കായി പോയി. ഇന്നലെ ക്രൂശിച്ച യേശു ഇവിടെ ഇല്ലെന്നോ? മിനിയാന്ന് വൈകിട്ട് 2 കള്ളന്മാരുടെ മധ്യേ ഒരു പകൽക്കാലം മുഴുവൻ മനുഷ്യഘോരമായിട്ട് മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവൻ തകർക്കപ്പെട്ട അവൻ ഇവിടെ ഇല്ലെന്നോ? അവനെ ആരെടുത്തോണ്ട് പോയി? വീണ്ടും അത്ഭുതം. അപ്പോൾ മിന്നുന്ന ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആരെടുത്തിരുന്നേ? ലൂക്കോസ് 24:6. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ മിന്നുന്ന വസ്ത്രം ധരിച്ച അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചിരിക്കുമ്പോൾ ഇവരിവിടെയില്ല. അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഇവരിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. പെട്ടെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അമ്മയുടെ അടുത്തോട്ട് ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ മാലാഖ അല്ലെങ്കിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. അവൻ ഇവിടെയില്ല. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പറഞ്ഞു. അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര 3.5 വർഷത്തിന് ശേഷം യേശുവിന്റെ കല്ലറയിൽ ചെന്നപ്പോൾ വീണ്ടും അത്ഭുതം. അതുപോലെ പ്രത്യക്ഷപ്പെടാത്ത ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമ്പോൾ വലിയൊരു ദൂത്, അവൻ ഇവിടെ ഇല്ല, അവനെ അയച്ചവന്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പറഞ്ഞു. പെട്ടെന്ന് യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ വേഗത്തിൽ അങ്ങ് പോകാം. അടുത്ത അത്ഭുതം വീണ്ടും 3.5 വർഷമുള്ള അത്ഭുതം, മരിച്ചത് അത്ഭുതം, മറ്റുള്ള 2 പേര് മരിച്ചത് വ്യത്യസ്തമായിട്ട് മരിച്ചു. കല്ലറയിൽ വെച്ചത് അത്ഭുതം. അവിടെ അന്ന് വരെ കാണാത്ത കല്ലറ അവർക്ക് വേണ്ടി രൂപാന്തരപ്പെട്ടു. കല്ലറയിൽ വെച്ചു, ഉയർത്തെഴുന്നേറ്റു, ദൂതം എന്ന് പറഞ്ഞു. യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അതിലും അന്ന് വരെ 3.5 വർഷം കാണാത്ത അത്ഭുതം പിന്നെ കാണുക. 40 ദിനരാത്രങ്ങള് ഇവരോട് കൂടെ യേശു നടന്നു. ശുശ്രൂഷകളിൽ അവരെ തികവുള്ളവരാക്കി. അവരുടെ മേൽ അവൻ ഊതി ആത്മാവിനെ കൊടുത്തു. ഈ ആത്മാവിന്റെ ശുശ്രൂഷ ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങും. മാനുഷികമായിട്ടുള്ള ശുശ്രൂഷകൾക്കെല്ലാം മാറ്റം. ഇന്നു മുതൽ നിങ്ങൾ ആത്മാവിനെ ശുശ്രൂഷിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണല്ലോ. ഒരു അത്ഭുതം നടന്നു, വീണ്ടും അത്ഭുതം നടന്നു. ഇങ്ങനെ അത്ഭുതം ഇങ്ങനെ ആ ഉച്ച സ്ഥാനത്തെത്തിയപ്പോൾ യേശു പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞു. യേശു ആകാശത്തേക്ക് എടുക്കപ്പെടുക. വീണ്ടും അത്ഭുതം. ഇവരിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ചോദിച്ച ചോദ്യം, അടുത്ത അത്ഭുതം. ദൂതന്മാർ വീണ്ടും, നിങ്ങൾ എന്താ നോക്കുന്നേ? നിങ്ങളെ ഉയർപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടന്ന നിങ്ങൾ കർത്താവെന്ന് പിടിച്ച യേശു ക്രിസ്തു ആകാശത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അവിടെ കൊണ്ട് തീർന്നു. അവരിങ്ങനെ വിഷാദിച്ചു പോയി കാണും. 33.5 വർഷം അല്ലെങ്കിൽ 3.5 വർഷക്കാലം, പിന്നെ 40 ദിവസം, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ വീണ്ടും ഒരു ദൂതൻ. അവൻ ഉയർത്തെഴുന്നേറ്റ് ആകാശത്തിലേക്ക് കയറിയതുപോലെ തന്നെ. പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ ആരോഹണം ചെയ്ത യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കാൻ വീണ്ടും. അത്ഭുതങ്ങൾക്കും ആശകൾക്കും പ്രതീക്ഷകൾക്കും വീണ്ടും ചിറകുമുളച്ചു. പിന്നെ നടന്നതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് സഭ രൂപാന്തരപ്പെട്ടു. ആത്മാവിന്റെ പകർച്ച നടന്നു. അഗ്നിയാൽ പകർച്ച നടന്നു തന്നെ പറയാം. അത്ഭുതങ്ങളുടെ ക്രിസ്തീയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മനുഷ്യരാൽ അസാധ്യം, ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ സാധ്യം. ഇന്നു മുതൽ നിങ്ങൾ ആത്മസ്നാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ സ്നാനപ്പെടാതെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ഈ ക്രിസ്തീയ ലോകത്തുള്ള സന്തോഷവും ആ ഒരു നമ്മൾ യേശുവിനോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ ഒരു നാളമില്ലാതായി തീരണമെങ്കിൽ നമ്മൾ ആത്മാവിൽ തന്നെ ജനിക്കണം. ജനിച്ചാൽ മാത്രം പോരാ, നമ്മൾ പക്വതയുള്ളവരായി തീരണം. ആത്മാവിൽ യേശുവിനോട് നൃത്തം ചെയ്യുവാൻ തക്കത്തിൽ നമ്മൾ കഴിവുള്ളവരായി തീരണം. പ്രാഗൽഭ്യം ലഭിക്കണം. അത്ഭുത ലോകത്താണ് നിൽക്കുന്നത്. ഇൻസ്റ്റന്റ് സംഭവിച്ചത്. പെട്ടെന്നൊരു ദൈവം വന്നു, അവൻ ഇവിടെയില്ല. പെട്ടെന്നൊരു ദൈവം വന്നു, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. യേശു പ്രത്യക്ഷപ്പെടുന്നു. യേശുവിനെ ആരോഹണം ചെയ്യുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ പകച്ചു നിൽക്കുമ്പോൾ അവൻ വീണ്ടും വരും. ഹലോ, ഏത് സമയത്തും വരും. Any time he can come back and take us. അവൻ കഴുകനെ പോലെ വന്ന് നമ്മളെ കൊത്തി റാഞ്ചിക്കൊണ്ട് പോകും. ഏത് സമയത്ത് കർത്താവ് മധ്യാകാശത്തിൽ വന്നാലും കർത്താവെ എടുക്കപ്പെടുവാൻ ഞാൻ തയ്യാർ. എന്നെ എടുക്കപ്പെടുവാൻ എനിക്ക് ഈ ഭൂമിയുമായി ഒരു ബന്ധവുമില്ല.
ഞാൻ അങ്ങേക്കായി എന്റെ ജീവനെ സമർപ്പിച്ചിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ഘോഷയാത്രയിലാണ് നമ്മൾ ഇന്നും. ശിഷ്യന്മാർ ചിന്തിച്ചു 33 വർഷം കൊണ്ട് തീർന്നു, പിന്നെ ചിന്തിച്ചു 40 ദിവസം കൊണ്ട് തീർന്നു. അപ്പോസ്തലന്മാരുടെ വീരപ്രവർത്തികൾ കണ്ടപ്പോൾ അവർക്ക് വീണ്ടും യേശു എത്ര അത്ഭുതം. അതാ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് പറയുന്നത്, എന്തുവാ നടക്കുന്നത്? പരിശുദ്ധാത്മാവിനൊരു സ്നാനമുണ്ടെന്ന് അവൻ ജീവിച്ചിരുന്നപ്പോൾ, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ പറഞ്ഞത് ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവരെ സ്നാനപ്പെടുത്തുന്നത് എന്ത് തടസ്സോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ഇത് പറയുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അനുഭവിച്ച അനുഭവം, നമ്മളോട് കർത്താവ് നമ്മുടെ ആദ്യ ദിവസങ്ങളിൽ പെന്തക്കോസ്ത് നാളിൽ ഇടപെട്ട അതേ രീതികളിൽ ദൈവം ഇടപെടുന്നത് ഞാൻ കണ്ടു. ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം വ്യാപരിച്ച് ഇന്ന് ഞാനാകുന്ന, എന്റെ വൈഫാകുന്നവർ, നമ്മുടെ സഭയിലായിരിക്കുന്നവരെല്ലാം കർത്താവ് തിരഞ്ഞെടുത്തത് അത്ഭുത യാത്രയിലാണ്. നമ്മൾ പകച്ചു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന രീതിയിലേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ഇന്ന രീതിയിലേ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത്. യേശുവിനായിട്ട് നമ്മൾ നിൽക്കണം. യേശു ഓരോരുത്തർക്കും പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ മൈറ്റി അനോയിന്റിങ് ഡിഫറന്റ് ലെവലിലാണ്, ഡിഫറന്റ് ലെവലിലാണ്. ഓരോരുത്തർക്കും പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യത്യസ്തമാണ്. ആ വ്യത്യാസത്തിനൊത്ത് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ പറയണം. ഞാൻ കാണുവാനായിട്ട് ഇടയാത്തിരുന്നു. ഞങ്ങൾ പോയി ചർച്ചിലെ പ്രിയ പാസ്റ്റർ നാട്ടിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്റെ പുറകിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. കർത്താവേ, ഇദ്ദേഹത്തിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഒരംശമെങ്കിലും എന്റെ മേൽ പകരപ്പെടണമേ. ഇദ്ദേഹത്തിന്റെ മേൽ കൊടുത്തിരിക്കുന്ന മൈറ്റി അനോയിന്റിങ് അതോറിറ്റി കർത്താവേ, ഒരല്പമെങ്കിലും എന്റെ മേൽ പകരപ്പെടണമേ. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ ബുദ്ധിക്കൊത്ത കാര്യമല്ലിത്. ഞാൻ തുറന്നു പറയുകയാണ്. ബുദ്ധിയും കൊണ്ട് ചിന്തിച്ചാൽ ആത്മലോകത്തെ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല, ഉറപ്പ്. ആത്മലോകത്തെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ബുദ്ധി ഒന്ന് അടച്ചിട്ട്, കർത്താവേ, എനിക്ക് ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ. ആത്മാവിന്റെ പകർച്ച നടക്കും, പരിശുദ്ധാത്മാവിന്റെ പകർച്ച നടക്കും. ഒരു ഔട്ട് പോറിംഗ് നമ്മൾക്കായി കർത്താവ് ശേഷിപ്പിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കുന്നവരെ അവൻ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. നീ എന്നോട് കൂടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ എന്റെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന ആ മൈറ്റി അനോയിന്റിങ് അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തിയെ ആത്മാവാകുന്ന ദൈവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. 120 പേരും ആത്മാവിൽ സംസാരിച്ചു എന്ന അവിടെ ആരും കൈവിടപ്പെട്ടിട്ടില്ല. 120 പേരുടെ മേലും പകർന്ന ആത്മാവിന്റെ ശക്തിയെ ഇന്നും പകർത്തുവാൻ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ പത്രോസ് ഒന്ന് പകച്ചെങ്കിൽ വീണ്ടും കണ്ടു അവിടെ തന്നെ അതേ ആരംഭം. പിന്നെ നടന്നത് ഒരു അത്ഭുത ഘോഷയാത്രയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളാകുന്നവർ പറയുമ്പോൾ ദൈവത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവർ വിശ്വാസത്തിൽ വരുന്നുവെങ്കിൽ അത് അത്ഭുതമാണ്. അത്ഭുതമാണ് കാര്യം. അവനിൽ ഒരു നിത്യജീവനെ നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. യേശു ഊതി നമ്മുടെ മേൽ, അല്ലേ? യേശുവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ, ഇത് പ്രിയ ശുചിപ്പെടുത്തൽ ലാസ്റ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരാളാണ് പറയുന്നത്, അവരുടെ മേലും നമുക്കത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ യേശു നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് വന്ന സഹോദരൻ ഇങ്ങനെ ചോദിക്കുവാനായിട്ടിരുന്നു. ചെറുപ്രായത്തിൽ ഞാൻ അന്യഭാഷ ആരാധിച്ചിട്ടുണ്ട്. എന്റെ ചെവി എല്ലാം അങ്ങ് ചൂട് പിടിച്ചു, എല്ലാം പഴുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആത്മാവിന്റെ ശക്തിയായിരുന്നു ആശ്രയം. നമ്മൾക്കറിയത്തില്ല. ചിലർക്കത് മന്ദമാരുതിനെ പോലെ ആയിരിക്കും, ചിലർക്കത് കൊടിയെ കാട്ടടിക്കുന്ന ശക്തിയായിരിക്കും, ചിലർക്കത് വ്യത്യസ്ത രീതികളിലായിരിക്കും. ചിലർക്ക് നൃത്തം ചെയ്യുവാനായിരിക്കും, ചിലർക്ക് ജമ്പ് ചെയ്യുവാനായിരിക്കും, ചിലർക്ക് ആരാധിക്കുവാനായിരിക്കും. ദൈവം തരുന്ന നിലവാരത്തിനൊത്ത് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവൻ നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ എത്രയാണെങ്കിലും പ്രിയ സഹോദരൻ ഇന്നലെ രാത്രിക്കാരനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ അല്ലെങ്കിൽ പാസ്റ്ററെ, ഞാൻ ഇവിടെ ആയിട്ട് എനിക്ക് ആത്മാവിലൊന്നും നൃത്തം ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ആര് നൃത്തം ചെയ്തില്ലെങ്കിലും, ആരാധിച്ചില്ലെങ്കിലും, പാസ്റ്റർ ആരാധിച്ചില്ലെങ്കിലും, വർഷിപ്പ് ചെയ്തവർ ആരാധിച്ചില്ലെങ്കിലും, നീ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നിനക്ക് അറിയാവുന്ന തരത്തിൽ നീ ആരാധിച്ചോ. അതിനായിട്ടാണ് നമ്മൾ സൺഡേ റൂമാലേക്ക് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ വെറും ജീവിതമായി തീരും, വെറും ജീവിതമായി തീരും. നമ്മൾ വെറുതെ വെറുതെ പോകുന്നതായി തീരും. ആരാധിക്കുന്നു എന്നുള്ളതല്ല, യേശു ഞാനുമായിട്ട് ബന്ധം, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
അതിനായിട്ട് നിങ്ങൾ ദിവസങ്ങൾ ഒരുങ്ങണം. മിസ്രൈമിന്റെ ദേശത്ത് യേശു ഒരു വിത്ത് വിതയ്ക്കുവാനായിട്ട് പ്ലാൻ ഇട്ടു. അതിന്റെ ചില പ്രോസസ്സിങ്ങിലൂടെ യേശു മിസ്രൈമിൽ ജോസഫിനെ എത്തിക്കുക തന്നെ ചെയ്തു. പക്ഷെ എത്തിച്ചവിടവും ജോസഫ് പ്രതീക്ഷിച്ച രീതിയിലുള്ള അനുകൂല സാഹചര്യങ്ങളായിരുന്നില്ല ലഭിക്കുവാനായിട്ട് ഇടയായിരുന്നത്. എന്തുകൊണ്ട് ജോസഫിന് ഇത്രയും പ്രതികൂലങ്ങൾ വന്നു? അവന്റെ പിതാവ് അവനെ ഏറ്റവും അധികം സ്നേഹിച്ചു. അവനെ ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് പ്രകടിപ്പിക്കുന്ന ഒരു റോബ് അവന് കൊടുത്തു. ഫ്രാഗ്രൻസ്ഡ് ആൻഡ് ഓർണമെന്റ് റോബ് കൊടുത്തു. അധികാരവും അഭിഷേകവും അവന്റെ മേൽ പകർത്തപ്പെട്ടു. അത് വലിച്ചു കീറപ്പെട്ടു. അതിനുശേഷം അവൻ എത്തുകയാണ്. അവനെ കാരാഗ്രഹത്തിൽ അടച്ചു, അല്ലെങ്കിൽ അവനെ മിസ്രൈമിലേക്ക് വിറ്റു. ആ മിസ്രൈമിൽ വന്ന് അവനെ പൊത്തിഫറിന്റെ ഭവനത്തിലെത്തി. അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ തന്നെ അവന്റെ വൈഫിനും ഇവന്റെ മേലുള്ള അഭിഷേകത്തോട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങൾ ചിന്തിക്കണമേ. പൊത്തിഫർ എന്ന് പറയുന്ന അവന്റെ ഭവനത്തില് അവൻ എത്രയോ അകമ്പടിനായകരുടെ വീട്ടിൽ എത്രയോ പുരുഷന്മാർ മല്ലന്മാരുള്ള ഭവനമാണ്. അനോയിന്റിങ്ങുള്ള ഓരോരുത്തർ അവിടെ ചെന്നു. അഭിഷേകമുള്ള അധികാരമുള്ള ഓരോരുത്തൻ ചെന്നു. അവനെ തന്നെ അഭിഷേക പദ്ധതി ഇട്ടു. നമ്മുടെ സാധാരണക്കാരല്ല, അത്ഭുതങ്ങളുടെ ഘോഷയാത്രയിൽ നമ്മളായിരിക്കുന്നവരാണ്. നമ്മുടെ എവിടെ ചെന്നാലും അത്ഭുതങ്ങൾ നടക്കും. അവൻ കാലുകുത്തിയ ഭവനത്തിൽ അത്ഭുതങ്ങൾ നടന്നപ്പോൾ പൊത്തിഫറിന്റെ ഭാര്യ അവനെ കുറിച്ച് അവിഖ്യാതി പറഞ്ഞു. ഒരു തുണിയെ പൊക്കി പിടിച്ച് പറയുക, ആ എബ്രായ ബാലൻ എന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ബോഷ്കിന്റെ ആത്മാവ് അവളുടെ മേൽ കയറി നുണകൾ പറയുവാൻ തുടങ്ങി. കാരാഗ്രഹത്തിലാക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, കേട്ടു അവൻ എത്തപ്പെടേണ്ട ഡെസ്റ്റിനേഷനോട് ചേർന്നുള്ള കാരാഗ്രഹത്തിൽ അവൻ എത്തിച്ചേർന്നു. കർത്താവിന്റെ വഴികൾ എത്ര വലിയത്! പിശാച് ചിന്തിക്കും ഓരോ അടി കൊടുത്തും ഓരോ കഷ്ടത്തിലേക്കും വരുന്നതെല്ലാം അവന്റെ ഡെസ്റ്റിനേഷൻ തകർക്കുകയാണെന്ന്. പക്ഷെ യേശു പറഞ്ഞു, മകനെ, ഇതൊരു പ്രോസസിംഗ് ആണ്. നീ 17 വയസ്സേ ഉള്ളൂ. 30 സമയം യഹൂദ പാരമ്പര്യം, യഹൂദ മതാചാര്യം പറയുന്നു 30 തുടങ്ങണം. ഒരു 13 വർഷം നിനക്കൊരു നഷ്ടത. 30 വർഷം ആകുവാൻ വീണ്ടും സമയങ്ങളുണ്ട്. ഇവരെ പഠിച്ച കാരാഗ്രഹത്തിലാക്കി. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇട്ട കാരാഗ്രഹത്തിൽ ദേവന് 2 വീരന്മാർ. ഒരു നമ്മൾ നെഹ്മ്യാവിനെ കുറിച്ച് വായിക്കുമ്പോൾ കേൾക്കുന്ന അതേ ടൈറ്റിലുകാരനും വേറൊരു അപ്പക്കാരനും. ഇവർ 2 പേരും വന്നു. ഇവരും കണ്ടു സ്വപ്നം വീണ്ടും. നിങ്ങൾ ചിന്തിക്കണേ, ജോസഫിന് പ്രശ്നം തുടങ്ങി എവിടെ തൊട്ടാ? സ്വപ്നം കണ്ടതാ പ്രശ്നം. നിലയങ്കി കൊടുത്തു, കലിപ്പ് കയറി. അല്ലേ നമ്മുടെ ഭാഷ പറഞ്ഞ സ്വപ്നം കണ്ടു, അവനെ പകച്ചു. വീണ്ടും സ്വപ്നം കണ്ടു, അവനെ അധികം പകച്ചു. നാട് കടത്തപ്പെട്ടു. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് അവന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പൊത്തിഫറിന്റെ വീട്ടിൽ അവൻ ശോധനയിലൂടെ കടന്നു പോയപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ യാക്കോബിനെ നമ്മൾ കാണണം. അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മകനെ അവർ വിറ്റു. അവൻ ഏത് ദേശത്താണെന്ന് കൂടി ഞാൻ അറിയുന്നില്ല. യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേ, അവൻ രട്ടെടുത്തു, അവൻ വിലാപത്തിലായിത്തീർന്നു. അവൻ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥനയും മറ്റവന്റെ മേൽ പ്രാർത്ഥിച്ച അഭിഷേകവും മൂലം പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് അവൻ ഓടുകയാണ്. നമ്മൾ ചില സമയത്ത് ഓടാൻ തയ്യാറാണ്. സാഹചര്യം നമ്മൾക്ക് അനുകൂലമല്ലെങ്കിൽ ഓടണം. സ്തോത്രം. ഓടി അവൻ രക്ഷപ്പെടുകയാണ്. അവിടെ എത്തിയ 2 പേരും സ്വപ്നം കാണുകയാണ്. 2 വ്യത്യസ്ത സ്വപ്നങ്ങളും. 2 പേരുടെ സ്വപ്നങ്ങളും. ഇവന് കാരാഗ്രഹത്തിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇവൻ കാരാഗ്രഹത്തിലും പ്രമാണിയായി തീർന്നു, അല്ലെങ്കിൽ കാരാഗ്രഹത്തിന്റെ മേലധികാരിയെ. നിങ്ങൾ ചിന്തിക്കണം, പൊത്തിഫറിന്റെ ഭവനത്തിലെത്തി പെട്ടെന്ന് അവിടെ ഒരു കാര്യം മാത്രം വിലക്കി. യേശു പറഞ്ഞതുപോലെ ഹവ്വായെ തുടരുത്, അല്ലെ ഹവ്വായോട് പറയാതെ തുടർന്ന് പറഞ്ഞ പോലെ തന്നെ എന്റെ ഭാര്യ തൊട്ടക്കല്ലേ, അത് തന്നെ കയറി പിടിക്കാനായി തീർന്നു. അവിടുന്ന് എത്തി കാരാഗ്രഹത്തിലെത്തി. 2-3 ദിവസങ്ങൾ അഭിഷേകമുള്ള ഒരു ദൈവദാസന് ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ഓരോ വിശ്വാസിയായിക്കട്ടെ, അവൻ എവിടെ ചെന്നാലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ അന്തരീക്ഷത്തിന് മാറ്റം. ഏറ്റവും വലിയ തുറങ്കിലാക്കി. ആ തുറങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങി. സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളും പൊരുളുകളും ദൈവമോടെ പകർന്നുകൊണ്ടേയിരുന്നു. സ്വപ്നത്തിന്റെ ചിന്തിക്കണേ, 2 പേര് കടന്നവർക്ക് എന്തറിഞ്ഞിട്ട് അവർ ഇവരോട് ചോദിക്കുന്നത്, ഞങ്ങളത് സ്വപ്നം കൊണ്ടൊന്ന് വ്യാഖ്യാനിക്കാറുള്ളൂ. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ തിരക്കി വരും ദൈവനാഥ്. നമുക്കൊരു അഭിഷേകമുള്ളൂ, നമ്മളെ തിരക്കി വരും. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇവരോട് ദൂതുകളൊക്കെ വെളിപ്പെടുത്തി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുത്തൻ തട്ടിപ്പോണു, ഒരുത്തൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ഇവരറിയാം, ഇവര് എത്തപ്പെടേണ്ട ഡെസ്റ്റിനിയോട് ചേർന്നാണ് എത്തിയിരിക്കുന്നത്. 28 വയസ്സായി എന്ന് ഞാൻ ആ വചനത്തിലൂടെ ഞാനൊന്ന് പദങ്ങളൊന്ന് സൂക്ഷിച്ച് പരിശോധിച്ചപ്പോൾ 28 വയസ്സായി ഞാൻ കണക്കാക്കുന്നു.
ഇറങ്ങിയപ്പോൾ അവനോട് പറഞ്ഞു, സഹോദര, എനിക്കൊരു ശുശ്രൂഷയുള്ളതാണ്, ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോണേ, ഇറക്കി തരണേ, നിന്നെ മറക്കരുത്, എന്നെ മറക്കരുതെന്ന് പറഞ്ഞു. പോയവനെ കറക്റ്റ് സമയത്ത് ഒന്നും ചെയ്തില്ല, വിഷാദമായി തീർന്നു ഇവന്റെ മേലെ. ഞാൻ സദൃശവാക്യത്തിൽ നിന്നൊരു വാക്യം നിങ്ങളെ വായിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ നിങ്ങൾ ആരെങ്കിലും വേഗത്തിലൊന്നും. സദൃശവാക്യം 18:14. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം. ആ പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ, ഒരിക്കൽ കൂടെ ഞാനത് വായിക്കാം. പുരുഷന്മാർക്ക് ഒരു ധീരതയുണ്ട്, ആ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. അടുത്തോടെ വായിക്കണേ, സദൃശവാക്യം 17:22 കൂടെ വായിച്ചു. നിങ്ങൾ എന്നിട്ട് ഒന്ന് കമ്പയർ ചെയ്യണേ, എവിടെയാ യേശു പ്രവർത്തിച്ചു തുടങ്ങുന്നു. സന്തുഷ്ട ഹൃദയം തകർന്ന മനസ്സ് ആദ്യം വായിച്ചത് എങ്ങനെയാ? പുരുഷന്റെ ധീരത. രണ്ടാമത്തേത് തകർന്ന മനസ്സ് അവന്റെ അസ്ഥിയേയും കൂടി ഉണക്കും. എസെക്കിയേലിലോട്ട് വന്നാട്ടെ, എസെക്കിയേൽ 37:17-11. അസ്ഥികൾ ഉണങ്ങിയാൽ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. ആമേൻ. നിങ്ങൾക്ക് ആർക്കും ഒരു ചലനവും ഇല്ലെന്ന് ഓർത്ത് സന്തോഷിക്കുന്നത് യേശുവിന്റെ വചനമാണ്. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ, തകർന്ന മനസ്സ് ഉണങ്ങിയ അസ്ഥിയാക്കും. ഉണങ്ങിയ അസ്ഥി പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുകയാണ്. അവിടെയാണ് യേശു പറയുന്നത്. വായിച്ചാട്ടെ, ജനമേ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറിയേണ്ടതിന് ഞാൻ നിങ്ങളെ മരിച്ചവരുടെ ഇരയിൽ നിന്ന് ഉയർപ്പിക്കുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. 37:13 വായിച്ചാട്ടെ. യേശുവിന്റെ മറുപടിയാ, 3 കാര്യങ്ങൾ സംഭവിച്ചു. മനസ്സ് തകർന്നു. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് ശവക്കുഴിയിൽ നിന്ന് ഉയർത്തുമ്പോൾ ഞാൻ യഹോവ കർത്താവെന്നറിയും. മനസ്സ് തകർന്നായിരുന്നു, അസ്ഥികൾ ക്ഷയിച്ചായിരുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വന്നായിരുന്നു. ഇവിടെ യേശു പറയുവാണ്, ഞാൻ നിന്റെ ശവക്കുഴിയുടെ അവസ്ഥ മാറ്റുകയാണ്, നിന്നെ ഇതിൽ നിന്ന് ഞാനത് ഉയർപ്പിക്കുകയാണ്. അപ്പോ നീ ഞാനാണെന്നറിയും. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥയ്ക്കും സ്ഥിതിക്കും മാറ്റം വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊള്ളണം, കർത്താവേ, നീ എന്റെ കിടക്ക മാറ്റി, നീ എന്റെ ദീനത്തെ മാറ്റി, നീ എന്റെ രോഗത്തിന് മാറ്റം വരുത്തി, എന്റെ കാലുകൾക്ക് ബലം നൽകി, എന്നെ നീ ശക്തീകരിച്ചിരിക്കുന്നു, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് ഉത്സവവസ്ത്രം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ അത്ഭുത യാത്രയിലാണ് നമ്മള്. ഈ യേശുവിന്റെ കൂടെയുള്ള അത്ഭുത യാത്രയില്ല. നിങ്ങൾ ആരെ തിരയുന്നു? അവൻ ഇവിടെയില്ല. ഗലീല പുരുഷന്മാരെ, നിങ്ങളെ വിട്ട യേശു നിങ്ങളെ ചേർക്കാൻ വേഗം വരുന്നു. അവൻ പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ സഭ പ്രാർത്ഥിക്കണം. കറവാട്ടം, മാലിന്യം ഒന്നും ഏൽക്കാതെ വേണം. കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്നെ പണിയണമേ. കാരാഗ്രഹത്തിന്റെ മേലാധികാരിയായി അവൻ അവിടെ വലിയ ജാടയൊന്നും കാണിച്ചില്ല. അവനോട് ഒതുങ്ങിയിരുന്നു. പക്ഷെ തക്ക സമയത്ത് ഉയർത്തേണ്ടവന്റെ ബലമുള്ള കർത്തന്റെ കീഴിൽ അവൻ അങ്ങോട്ട് താന്തി കൊടുത്തു കൊണ്ടു. 2 പേരുടെ സ്വപ്നം അങ്ങോട്ട് വിവേചിച്ചു കൊടുത്തു. 30-ാമത്തെ വയസ്സെത്തി. യേശു ക്രിസ്തു വയസ്സ് 30 തികഞ്ഞപ്പോൾ അല്ലെ യോഹന്നാന്റെ കീഴിലെ സ്ഥാനം കൈക്കൊണ്ടു. യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചുവെങ്കിൽ ജോസഫും കുടുക്കുകയാണ്. ആ യേശുവിന്റെയും വളർത്തപ്പന്റെയും പേരെന്തുവായിരുന്നു? ഒരു ജോസഫായിരുന്നു. ഹല്ലേലൂയ. തുടങ്ങുകയെ അവൻ അങ്ങോട്ട് കാരാഗ്രഹത്തിലിരുന്നു. കർത്താവേ, ഇതിന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ഇരുട്ടേ ഉള്ളു, അവിടെ പ്രകാശം കൂടിയില്ല. മല്ലന്മാരെഴുന്ന കാരാഗ്രഹത്തിൽ അവനുമായിരിക്കുന്നു. പക്ഷെങ്കിൽ എത്ര ഇരുട്ടുള്ളവിടത്തും ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മേൽ ഇരുട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ യേശു പറയുകയാണ്, ആ ഇരുട്ടിന്റെ മേലെ ഞാൻ അങ്ങോട്ട് കയറിയിരുന്നു, വെളിച്ചം വാർക്കാൻ പോയി. എത്ര ആഴത്തിലുള്ള ഇരുട്ടാകട്ടെ, എത്ര ആഴത്തിലുള്ള വിഷാദമാകട്ടെ, എത്ര ആഴത്തിൽ അതിന്റെ അസ്ഥി ഉണങ്ങിയിട്ടുണ്ട്, യേശു പറയുക, ഞാൻ അതിന്റെ മേലെ ഇരിപ്പെടാം. ഞാൻ ഇന്നു മുതൽ
ഞാൻ ഇന്ന് മുതൽ പരിവർത്തിക്കുന്നു. നിന്റെ മേൽതൊട്ട് ഉച്ചി മുതൽ ഉൾവന്നാലും വരെ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ നിരാശ, വിഷാദം, നിന്റെ അസ്ഥികളേറ്റ മങ്ങല് ഞാൻ നിന്നിൽ നിന്ന് മാറ്റുകയാണ്. കാരാഗ്രഹത്തിൽ വെളിച്ചം വ്യാപരിച്ചു. സിമ്പിൾ. യേശുവിന്റെ ശക്തി പ്രകാശവും ഇരുട്ടും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. അവൻ ഒന്നിനെ മേളിലോട്ടും ഒന്നിനെ താഴോട്ടും മാറ്റി. ശക്തിയോടെ ദൈവ സാന്നിധ്യം ജോസഫിന്റെ പേര് വന്നു തുടങ്ങി. ഇവരിങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരിച്ചു. കൊട്ടാരത്തിൽ യേശു ജോസഫിനോട് പറഞ്ഞു, ജോസഫേ, നീ അവിടെ ഇരിക്കെ, നിന്റെ ടൈം ആയിരിക്കുകയാണ്, നീ പ്രവർത്തിക്കേണ്ട സമയമാണ്, സജ്ജമായിട്ടു. ജോസഫിനോട് പ്രാർത്ഥിച്ചു. ഓക്കെ 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 എന്ന് പറഞ്ഞു. യേശു, എനിക്ക് കൈയടിക്കുകയാണോ? എന്റെ കൂടെ ആരും ഇല്ലല്ലോ. യേശു പറഞ്ഞു, ഉള്ളതുണ്ടോ? നിനക്ക് കയ്യെ കെട്ടിയിട്ടില്ലല്ലോ? ഇല്ല. കാലെ കെട്ടലുണ്ടോ? ഇല്ല. നഗരം വാ തുറന്നിരിക്കുമല്ലാതെ ദൈവത്തെ സ്തുതിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ചിന്തിക്കുവാനായിട്ടിടയായിരുന്നു. ഞാൻ കഴിഞ്ഞ തോട്ടാണ്. യേശുവിന്റെ ജനനത്തിന് 300 വർഷങ്ങൾക്ക് മുമ്പേ യോവേൽ പ്രവാചകൻ വിളിച്ചു പറയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലെ എന്റെ ആത്മാവിനെ പരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. പക്ഷെങ്കിൽ കർത്താവ് എന്തുവാ ചെയ്തത്? കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും. എല്ലാം മക്കൾക്കായിട്ട് ആഗ്രഹിക്കുന്നവർ സന്താനങ്ങളെ ദൈവം നൽകിയല്ലോ, ഭവനത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ ഭവനത്തെ ദൈവം നൽകിയല്ലോ, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളെ ദൈവം നൽകിയല്ലോ. ദൈവം ഇനിയാണ് പറയുന്നത്, സകല ജനത്തിന്റെ പേരും എന്റെ ആത്മാവിനെ പകരുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു. ആഗമനമാണല്ലോ മോനെ, ഞാൻ ചെയ്തു, ഇനി നീ ഇങ്ങോട്ട് ചെയ്യും. ജനം നോക്കി 300 വർഷം കാത്തിരുന്നു. വീണ്ടും പത്രോസ് വിളിച്ചു പറയുകയാണ്, അന്ത്യകാലത്തെ ഞാൻ സകല ജനത്തിന്റെ പേരും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും സ്വപ്നങ്ങളെ കാണും, പ്രായമുള്ളവർ ദർശനങ്ങളെ കാണും. ദൈവം തന്നിട്ടേ പറയുകയുള്ളൂ. 300 വർഷം അവർ ഉഴപ്പി. 300ാമത്തെ വർഷം വീണ്ടും കൊയ്ത്തിന്റെ ദിനത്തില് കർത്താവ് 10-15 മിനിറ്റ്, ഫിലിസ്തീഫിന്റെ വാക്ക് 10-15 എന്നുള്ളത്, അത് ഞാൻ വാടകയിടുകയാണ്. 10-15 മിനിറ്റ് മുമ്പ് പാകരട്ടെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് നൽകിയിട്ട് നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതാണ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഞാൻ മെസ്സേജ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പൗലോസ് ശീലാസിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആദരം ബന്ധിച്ചില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് ശൂലം കുത്തിയിറക്കും. അത് കുത്താഞ്ഞതിനാണ് അവൻ ആത്മാവിൽ ആരാധിച്ച ദൈവത്തെ. സ്റ്റോക്കും ബന്ധനവും ആമവും കഴിഞ്ഞാലും എല്ലാം പൊട്ടിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ തന്നെ അടിസ്ഥാനം കുടുങ്ങി കളഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും ദൈവം ഒരു സാവകാശം തന്നിട്ടുണ്ടോ? അതുകൊണ്ട് ആരാധിച്ചോണം. ആത്മാസമ്പൂർണനായി തീരണം. ആത്മാവിനാൽ നടത്തിക്കൊണ്ടാകണം. ആത്മാവിനാൽ നമ്മൾ ചലിക്കണം. ആത്മാവിൽ നമ്മൾ സംസാരിക്കണം. ആത്മാവിൽ നമ്മൾ ആഹാരം കഴിക്കണം. സകലത്തിലും ദൈവപ്രവൃത്തി കാണണം. യേശുവേ, എനിക്കൊരു വാ തന്നിരിക്കുന്നു, ഒരു ചെവി തന്നിരിക്കുന്നു, ഒരു കാര്യം തന്നിരിക്കുന്നു, ഒരു കാര്യം തന്നിരിക്കുന്നു. നിന്നെ ഞാൻ എത്ര നൃത്തം ചെയ്ത് ആരാധിക്കണം. ശത്രുവിന്റെ ജീവന് വേണ്ടിയിട്ട് വാദിച്ചപ്പോൾ അവന്റെ പ്രാണനെ തൊടണമെന്ന് പറഞ്ഞ് എന്നെ സംരക്ഷിച്ച ദൈവമേ, ഇന്ന് നിന്റെ പ്രസൻസുള്ള ഈ ആലയത്തിനുള്ളിൽ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ എത്ര അധികം ആരാധിക്കണം. നമ്മൾ എത്രയധികം ആരാധിക്കുന്നു അത്രയും നമുക്ക് ദൈവം പ്രയോജനം തരും. കൊട്ടാരത്തിൽ ചില കാര്യപരിപാടികൾ ദൈവം കൊണ്ട് നടത്തി. അവിടെയും ഇവൻ എവിടെ തകർപ്പെട്ടോ അത് തന്നെ കൊടുത്തു. സ്വപ്നം, രാജാവ് ഒരു സ്വപ്നം കണ്ടു. രാജാവ് സ്വപ്നം കണ്ടു, ഒന്ന് കണ്ടു, വീണ്ടും കേൾക്കണം തുടങ്ങി. ഞാനും പല സ്വപ്നങ്ങളെ കാണുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് വളരെ ഹമ്പിളായിട്ട് പറയുകയാണ്, എന്റെ ഒരു ശുശ്രൂഷ എന്റെ കൈവിടപ്പെട്ടോ എന്ന് ഞാൻ കുറെ ദിവസങ്ങളായിട്ട് വ്യാകുലപ്പെട്ട ദൈവസന്നിധിയിൽ ഞാൻ താഴ്ന്നു പറയുകയാണ്. കർത്താവേ, ഞാൻ എന്ത് ദോഷം നിന്നോട് ചെയ്തു? നീ എന്റെ പല സ്ലൈഡ്സും കാണിച്ചതാണല്ലോ, ഒരു സ്ലൈഡ്സും ഇല്ലല്ലോ, ഇന്ന് ഇരുട്ടുകളാണല്ലോ. ഞാൻ വാവിട്ട് കരയുവാൻ തുടങ്ങി. അപ്പാ, ഞാൻ നിന്നോട് എവിടെയെങ്കിലും ക്രമപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് യഥാസ്ഥാപനപ്പെടുത്ത്. എനിക്ക് നിലനിൽക്കണം, യേശുവിനായിട്ട് നിൽക്കണം. യേശു പറഞ്ഞു, വെയിറ്റ്. ഞാൻ പിന്നെ ഒന്നും ആൻസർ ഇല്ലാതെ ഞാൻ കുറെ ദിവസങ്ങൾ പോയായിരുന്നു. നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഒരു ആൻസറുകളും ഇല്ലാതെ. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, എന്റെ ഈ ടൈമിങ്, എന്റെ ആ ടൈം ഒന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ വീണ്ടും മുക്കി മടക്കാൻ തുടങ്ങി. ഞാൻ സുജിയോട് പറഞ്ഞു, യേശു നമ്മളെ കൈവിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ ഭാഗത്ത് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് പോകണം മുന്നിൽ. അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ യേശുവിന്റെ ഹൃദയത്തിലെ വിചാരമാണ് നമ്മളെ കുറിച്ചുള്ളത്. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് വീണ്ടും ഞങ്ങൾക്ക് സ്ലൈഡ് ഷോ കാണിക്കാൻ തുടങ്ങി. ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം.
സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നടത്തുക തന്നെ ചെയ്യും. വീണ്ടും കാരാഗ്രഹത്തിൽ സ്വപ്നം കണ്ടവൻ കൊട്ടാരത്തിൽ സ്വപ്നം കാണുന്നു. ഒന്നേ സ്വപ്നം, രണ്ടേ സ്വപ്നം. രാജാവിന് ഉറക്കം രാവിലെ എണീറ്റു. പ്രഭാതത്തിൽ അവന്റെ മുഖം വളരെ വാടിയിരുന്നു. അവൻ സകല ജ്ഞാനികളെയും മന്ത്രവാദികളെയും വിളിച്ചു. നമ്മൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് എന്നോട് കൂടെയുള്ള ഒരു ദൂത. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മുടെ മൂക്കിന്റെ കീഴേ ഉള്ളതിനെ അറിയാതെ നമ്മൾ വിളിക്കുകയാണ് ബെന്യാമീനെ. ഹല്ലേലൂയ. ജോസഫ് അവിടെ ഇരുന്ന് റിഗ മാന വൈഡ ദിരകെ വൈഡേ റഗനെ വൈഡം റഗനം ദിരവും അവിടെ സ്വപ്നം നടന്നിട്ടുണ്ട്. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പകാലം പറഞ്ഞു, രാജാവേ, ഈ ലോകത്തിലെ സകല ജ്ഞാനികൾക്കും പറയാനോ മന്ത്രവാദികൾക്കോ തന്ത്രവാദികൾക്കോ പറയാൻ പറ്റാത്തതിനെ വിവേചിക്കുന്ന ഒരുത്ത് നമ്മുടെ മൂക്കിന്റെ കീഴുണ്ട്. അറിയില്ലേ, പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് മറ്റേ കേസ് കിട്ടി കണ്ടുപിടിച്ചു. അവനെ വിളിക്കാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണേ, ഇവർ 2 പ്രാവശ്യം 2 സംഭവം നഷ്ടപ്പെട്ടായിരുന്നു. ഒരേ സംഭവം. ഒരു നിലയങ്കി, ഫ്രാഗ്രൻസ്ഡ് റോബ് അല്ലെങ്കിൽ ഓർണമെന്റ് റോബ് ഫസ്റ്റ് നഷ്ടപ്പെടുന്നു. പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോഴും അവന്റെ അങ്കി വലിച്ചു പറിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നു. ദേണ്ടേ, എന്റെ ഒരു എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കാൻ ശ്രമിച്ചു. കൊട്ടാര ശിങ്കിടികള് കാരാഗ്രഹത്തിലോട്ട് വന്നു. അവനെ അങ്ങോട്ട് ക്ഷൗരം ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ ആ പോരാ, മുടിയൊക്കെ അങ്ങോട്ട് സ്റ്റൈലാക്കി അവനെ അങ്ങോട്ട് രൂപകോണം അങ്ങോട്ട് വരുത്തി രാജാവിന്റെ മുമ്പിലേക്ക് ഇതിനെ എഴുന്നള്ളിക്കാൻ പോവാ. അവനെ നേർമേറിയ ഓരോ വസ്ത്രം കൊടുത്തു. നിങ്ങൾ ജോസഫിനെ കുറിച്ച് പഠിക്കണം. ഞാൻ തന്നെ തുറന്നു പറയുകയാണ്, എനിക്കത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. ജോസഫിനെ കുറിച്ച് ഞാൻ ഈ പറയുന്ന മെസ്സേജിനേക്കാളും വലിയൊരു മെസ്സേജ് ഇന്നുവരെ ഞാനും കേട്ടിട്ടില്ലെന്ന്. കഷ്ടപ്പെട്ടതെല്ലാം അവിടെ കൊടുക്കാൻ തുടങ്ങി. സ്വപ്നത്തില് രാജവസ്ത്രമല്ല, വസ്ത്രം ധരിക്കണം. വസ്ത്രം അങ്ങോട്ട് കൊടുത്തു. നേർമയായിരുന്നു. രാജകൊട്ടാരത്തിലെ വസ്ത്രം അങ്ങോട്ട് കൊടുത്തു. വരാൻ പറഞ്ഞു. വലിയ കോലാഹലത്തോടുകൂടി അവനെ രാജാവിന്റെ മുമ്പിൽ നിർത്തി. ദൂരം അങ്ങോട്ട് പറയാൻ പറഞ്ഞു. ഇതങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്തു. രാജാവ് പറഞ്ഞു, ഇന്നെക്കാളും വല്ല ജ്ഞാനിയോ, നീ ഇനി സകലത്തിലും മേലധികാരി, ഞാൻ ഇവിടെ ഇരുന്നോളാം. നഷ്ടപ്പെട്ടത് അങ്ങോട്ട് കൊടുത്തു തുടങ്ങിയാണ്. അവനോട് പറഞ്ഞു, ഇവന്റെ വസ്ത്രം ഇതല്ല, ഇവന് വേറെ രാജവസ്ത്രം ധരിപ്പിക്കേ. അവനെ ഒരു മുദ്രയുള്ള മോതിരം ധരിപ്പിച്ചു. അവനെ ഒരു സ്വർണ്ണ മാല ഇടിച്ചു. അതിന്മേൽ രാജാവിന്റെ പദവി കൊടുത്തു. യേശു പറയുകയാണ്, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണം, ഇനി നിന്റെ മുമ്പിൽ സകല ജനവും മുട്ടുകുത്തും. ഇംഗ്ലീഷ് ബൈബിളിലോട്ട് പറയുന്നുണ്ട്, മേക്ക് ദ വേ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ മുമ്പിൽ സകല ജനവും മുട്ടുകുത്തും, നിന്നെ ഞാൻ എന്റെ തേരിലിരുത്തും. ഒരു യാത്രയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഇവനെ ജയം 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 എന്ന് വിളിക്കാൻ പറഞ്ഞു ഇവന്റെ പേരിൽ. പക്ഷെ ഇംഗ്ലീഷിലോട്ട് വന്നപ്പോ വ്യത്യാസം. എങ്ങനെ അറിയോ? ഇവന്റെ മുമ്പിൽ വഴികൾ തുറക്കപ്പെടുവാൻ വേണ്ടിയിട്ട് കിങ്കരന്മാരെയാക്കി. നഷ്ടപ്പെട്ടത് തുടങ്ങി ഓരോന്നോരോന്ന് കൊടുത്തു. ഇവൻ രാജ്യത്തിൽ ഭരണം തുടങ്ങി. 30-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങി. 37 ആയപ്പോൾ ഇവന്റെ സ്വപ്നപ്രകാരം രാജ്യത്ത് ദാരിദ്ര്യം വന്നു. ഇവന്റെ മാതാവും പിതാവും, അല്ലെങ്കിൽ മാതാവിനെ കുറിച്ച് പറയുന്നില്ല, പിതാവും സഹോദരന്മാരും എല്ലാവരും ഭക്ഷ്യം ധാന്യം തേടി ഈ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചവന്റെ, അല്ലെങ്കിൽ ജീവൻ പ്രാണഹാനി നടത്തുവാൻ വേണ്ടി ശ്രമിച്ചവന്റെ, 20 വെള്ളിക്കാശിന് വിറ്റവന്റെ അവന്റെ നിലയെങ്കിൽ വലിച്ചു പറിച്ചവന്മാര് ഇവന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ശരി, അറിയത്തില്ല ഞാൻ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടുത്തലോ ഒരു തളരോ വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ തള്ളിയവൻ, നിന്നെ ഒറ്റപ്പെടുത്തിയവൻ, നിന്റെ വസ്ത്രം വലിച്ചു കീറിയവൻ, നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്തവൻ, നിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തവൻ നിന്റെ മുമ്പിൽ വന്ന് പറയും, യജമാനനെ രക്ഷിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനനെ രക്ഷിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? നമ്മുടെ ഉള്ളം കലങ്ങിയിട്ടുണ്ടോ? യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ഭൂമി കെട്ടിക്കോ, ഞാൻ സ്വർഗത്തിൽ കെട്ടുന്നു. ചിലരുടെ ആത്മാവിന്റെ ഫലങ്ങൾ വേണ്ട രീതിയിൽ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ചിലർ കെട്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ അതിനെ അഴിക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് വേണ്ട രീതിയിൽ വരുന്നില്ലെങ്കിൽ പറയണം, കർത്താവേ, ഇതാരും എന്റെ മേൽ കെട്ടപ്പെട്ടിരിക്കുന്നതാണ്. പരിശുദ്ധനായ ദൈവമേ, നിത്യനായി ഞങ്ങളുടെ പറയെ ആ കെട്ടലിനെ പൊട്ടിക്കണം. ഞാനും എന്റെ കുടുംബവും നിനക്കായിട്ടുള്ളതാണല്ലോ.
ഞങ്ങളെ ഒന്ന് ഉപയോഗിച്ചാകട്ടെ, ഞങ്ങളെ ഒന്ന് മെനഞ്ഞാകട്ടെ, ഞങ്ങളൊരു പ്രകാശം തന്നാട്ടെ, ഞങ്ങളുടെ ക്ഷയിച്ച അസ്ഥികളിൽ വ്യത്യാസം വരുത്തിയാട്ടെ. യേശു ജീവിക്കുന്നു, അതെനിക്ക് വിളിച്ചു പോകണം. മാറ്റങ്ങളുടെ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര നമുക്ക് തുടങ്ങുവാനായിട്ട് ഇടയായി. ഈ മുട്ടുകുത്തിയവരെല്ലാം ഇവൻ ആശ്വസിപ്പിച്ചു. നമ്മൾക്കറിയാം, ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. നമ്മൾക്കറിയാം, മിസ്രൈമിന്റെ ഈജിപ്തിന്റെ ദേശത്ത് യേശുവിന് ചില പദ്ധതികളുണ്ട്. ഇംഗ്ലണ്ടിന്റെ അന്ധകാരത്തിന്റെ അധീനതയിലായിരിക്കുന്ന ഇംഗ്ലണ്ടിൽ നമ്മൾ എത്ര യുദ്ധം ചെയ്ത് പ്രാർത്ഥിച്ചാലും ഈ അന്ധകാരത്തിന്റെ സീമകൾ ബലം പ്രാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അന്ധകാരത്തിന്റെ ശക്തികൾ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മേലെ ഒരു സാധനം അങ്ങോട്ട് തരും. നമ്മൾ എത്ര ജഡീക യുദ്ധം ചെയ്താലും, എത്രയധികം മണി സ്പെൻഡ് ചെയ്താലും, എത്രയധികം സമയം സ്പെൻഡ് ചെയ്താലും ഈ ശക്തിയെ പൊട്ടിക്കാൻ കഴിയത്തില്ല. നമ്മുടെ വെറും പ്രയോഗങ്ങൾ ജഡീകമായിട്ടുള്ള കാര്യങ്ങളായി തീരും. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ഇരുട്ടും ആഴത്തിലുള്ള ഇരുട്ടിനെ വേർതിരിക്കുവാൻ ഞാൻ ഉപയോഗിച്ച ഒരു രീതിയുണ്ട്. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മേലെ അത് പകരുവാൻ പോകുന്നു. യേശു പറഞ്ഞു, പിടിച്ചോ. ഈ പകരപ്പെട്ടതിനെയും കൊണ്ട് നമ്മൾ ഇംഗ്ലണ്ടിൽ, മിസ്രൈമായിരിക്കുന്ന ഇംഗ്ലണ്ടിൽ നമ്മളായിരിക്കുന്ന ജോസഫ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടത് എവിടെ നഷ്ടപ്പെട്ടോ അവരും കൂടെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന അവസ്ഥ ദൈവം നമുക്ക്. ഞാൻ തുറന്നു പറയുകയാണ്, ഒരിക്കൽ കൂടെ പറയാം. എവിടെ ആര് നിന്നെ പകച്ചോ, ആര് നിന്നെ ഒറ്റപ്പെടുത്തിയോ, ആര് നിന്നോട് പറഞ്ഞു നീ ശരിയാകത്തില്ലെന്ന്, അല്ലെങ്കിൽ ആര് നിന്നോട് പറഞ്ഞു നീ ഒരു ഗുണവരാത്തവനാണ്, അവൻ നിന്റെ മുമ്പിൽ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മാറ്റങ്ങളുടെ അത്ഭുതങ്ങളുടെ രാജാവാണ്. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണെങ്കിൽ അവൻ നമ്മൾക്ക് മാറ്റം വരുത്തുക തന്നെ ചെയ്യും. നമ്മുടെ സ്ഥിതികൾക്കും നമ്മുടെ വിശേഷങ്ങൾക്കും മാറ്റം വരുത്തും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങൾ ഏത് മലകളിലായിരിക്കുന്നുവെന്ന് നീ അറിയുന്നു. എന്റെ അസ്ഥികൾ ക്ഷീണിച്ചു, എന്റെ മനസ്സ് തകർന്നു, ഞാൻ ഏകദേശം ഒരു രോഗിയുമായിരിക്കുന്നു. എങ്കില് കർത്താവ് ഈ ശവക്കുഴി തുറന്ന എന്നെ ഒന്ന് വിടിവിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി എന്നിലൂടെ ഒന്ന് വരുമ്പോൾ, കർത്താവ് ഈ ജനം അറിയും ഞാൻ എന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തി ഏതാണെന്ന്. എന്റെ മേലുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് ജനം അറിയും. എന്റെ മേലുള്ള ദൈവിക ആലോചന എന്താണെന്ന് ദൈവം അറിയും. എന്നെ നിസ്സാരണം എണ്ണിയവര്, എന്നെ അല്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞവര്, ഒരു മാറ്റത്തിന്റെ കാറ്റിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യകാലത്ത് യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെല്ലാം തരും. നഷ്ടപ്പെട്ടതിന്റെ സംവത്സരങ്ങൾ കൊത്ത് മടക്കി തരാൻ പോവുകയാണ് ഞാൻ. മടക്കി ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നഷ്ടപ്പെട്ടതിന് ഞാൻ തരും, പക്ഷെങ്കിൽ അന്ത്യകാലത്ത് ഞാൻ സകലം. അവിടെ കൊണ്ട് ഏകദേശം യേശു വരേണ്ട ടൈമായിരുന്നു. യേശു പിന്നെയും വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും ഉണർവ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചു. 300 വർഷം, നിയർലി 300 വർഷം കഴിഞ്ഞു. വീണ്ടും കൊയ്ത്തിന്റെ ആരംഭമാണ്. ഇന്ന് നമ്മളൊരു ഹാർവസ്റ്റിലാണ്. നമ്മുടെ മുമ്പിൽ നാണ്യങ്ങൾ വിടയുന്നുണ്ട്. കൊയ്തെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. യേശു പറയുകയാണ് വീണ്ടും അന്ത്യകാലത്ത്, അല്ലെങ്കിൽ ഇന്ന് ഈ ഞായറാഴ്ച വീണ്ടും പറയുകയാണ്, ഈ ദിവസം ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരപ്പെടും. ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഇന്നലെ എനിക്ക് വലിയ വിഷമമുണ്ട്. എന്നോട് പ്രിയാങ്കിലേക്ക് പറയാൻ തോന്നുന്നു, പാഷയുടെ കൂടെ വന്നാൽ 2-3 പിള്ളേർ മാത്രം എന്റെ പനോട് എടുത്ത് ഞാൻ എല്ലാവരും കൈ അടിപ്പിച്ചത്. കൈ അടിക്കുന്ന കണ്ട അറിയണം ഇവൻ പാസ്റ്ററുടെ മകനാണ്. റൂബനെ കൈ അടിക്കുന്നത് ആർക്കാൻ വേണ്ടി അടിയ ഇതല്ലെന്ന് പറയാം. ഞാൻ റായനേക്കാളും കുഞ്ഞുങ്ങൾ, റായന്റെ പ്രായമുള്ള പിള്ളേർ അവിടെ നിന്ന് ആരാധിക്കുന്നത് കണ്ടിട്ട് ഞാൻ ലജ്ജിച്ചു. കൈയടിക്കുന്നതിന് ഒരു ഇതുണ്ട്. ഇവര് എന്റെ മകൻ ഇപ്പം റായൻ അതിനേക്കാളും ഓടിക്കുന്നു. ഞാൻ തുറന്നു പറയാം, എന്റെ കുഞ്ഞുങ്ങളെ വ്യത്യാസത്തോട് പറയാണ്, അവൻ അതിനേക്കാളും ഓടിക്കുന്നു. പക്ഷെ ഇവന് ഉദാസീനതയും നമ്മൾ പ്രാർത്ഥിച്ചു, താവേ ഇവന് എന്നെക്കാൾ ശക്തനായി തീരേണ്ടവനാണ്, എന്നെക്കാൾ ഉണർവിനോട് വ്യാപരിക്കേണ്ടതാണ്. ഇതിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഈ യാക്കോബിനേക്കാളും ജോസഫിനെ ഉയർത്തിയ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. കർത്താവേ, ഇവന്റെ മേലൊരു ശക്തിയായി, ഇവന്റെ ഉദാസീനതയ്ക്ക് ഒരു മാറ്റം വരുത്തണമേ. പ്രാർത്ഥിച്ചു തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും പറയും, കർത്താവ്, ശവക്കുഴിയിൽ നിന്ന് നിന്നെ ഞാൻ ഉയർപ്പിച്ചവൻ യേശു
ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളാകുന്നവരെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ ഈ ചാവാറായ ശേഷിപ്പിന് മേൽ ഒരു പുനർജീവൻ പകരപ്പെടണമേ. ഞങ്ങൾക്കൊന്ന് ഉയർക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് പൊട്ടിക്കണം. ഒരു ഉണർവിനായിട്ട്, ഒരു ഉണർവിന്റെ കാറ്റിനായിട്ട്, ഒരു പിന്മഴക്കായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അതിന് നേതൃത്വം കൊടുക്കുവാൻ, അതിന്റെ നായകത്വം നടത്തുവാൻ, അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിപ്പാൻ എന്നെയും എന്റെ കുടുംബത്തെയും ഉപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു വരും. അത്ഭുതങ്ങളുടെ ഘോഷയാത്രയുടെ നായകനായ യേശു വരും. നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും ആത്മാവിനെ പകർന്നിട്ടുണ്ട്. ആത്മാവുള്ളവർ പറയണം, ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ടവർ ലഭിച്ചവർ പറയണം, കർത്താവേ അതിന്റെ മേൽ പകർന്നിട്ടുണ്ടല്ലോ. എങ്കിൽ നമുക്ക് ഇനി ശീതോഷ്ണവനായിരിക്കാൻ കഴിയില്ല. നമ്മളിലുള്ള ആത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. നമ്മളിലുള്ള ശുശ്രൂഷകളെ നമ്മൾ ജ്വലിപ്പിക്കണം. അത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് നമ്മൾക്ക് വെക്കുവാനല്ല, അത് മറ്റുള്ളവർക്കായിട്ടാണ്. ഹല്ലേലൂയ. രോഗികളുടെ മേൽ കരങ്ങൾ വെക്കുമ്പോൾ രോഗത്തിന്റെ ബാധിത മാറണം, ബന്ധനം അഴിയണം. ശത്രു പിടിച്ചു വെച്ച് അവരുടെ ധനങ്ങളെ മോഷ്ടിക്കുന്ന, സാമ്പത്തികമായിട്ട് പരാധീനതയുള്ള കുടുംബങ്ങളുടെ മേൽ നമ്മൾ കാര്യം പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവരുടെ വിഷയങ്ങളുടെ മേൽ വ്യത്യാസം വരട്ടെ. അസ്ഥികൾ ക്ഷയിച്ചവരുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ഇവർക്ക് പുനർജീവൻ കൊടുത്താട്ടെ. യേശു രൂപാന്തരം വരുത്തും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ. വിശ്വാസത്തിൽ നമ്മൾ അങ്ങ് ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ പോയി ജനിച്ച് അന്ന് മുതൽ സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. യേശു ചെയ്യും, നമ്മൾ കാലുവെക്കണം. യേശുവിന് ചെയ്യുവാൻ നമ്മളിലൂടെയാണ് ആഗ്രഹം. നമ്മൾ ചലിക്കുന്ന ആയുധങ്ങളായി ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെ അവൻ, യേശു നമ്മളെ നിസ്സാരൻ എന്നുള്ള നമ്മുടെ പേര് മാറ്റി അവനെ ഭയങ്കരൻ എന്നുള്ള പേര് കൊടുക്കാനിടയായി. റവറന്റ് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ഭയങ്കരൻ എന്നാണ്. ഭയങ്കരൻ എന്നുള്ള പേരിന് നമ്മൾ ഉടമകളായിത്തീരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. കഴിഞ്ഞ ചില ആരാധനയ്ക്ക് ശേഷം 1-2 പേരോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമായിരുന്നു എന്ന്. നിങ്ങൾ പ്രിയ ഭാഷകളോട് നമ്മളോട് നമുക്ക് നമ്മുടെ രീതികൾക്ക് ഒരു വ്യത്യാസം വരുത്താം. നിങ്ങൾ ആരും വിമർശന ബുദ്ധിയോടുകൂടി ആയിരിക്കരുത്. ഞാൻ തുറന്നു പറയുകയാണ്. നിങ്ങളെ പ്രിയ സാഹിത്യ ഫ്രണ്ട് ഇരിക്കുന്ന പ്രിയ ഭാഷ, പ്രിയ സാഹിത്യ വയ്ക്കുന്ന ആളാണ്, മോൻസികളുണ്ട്, കഴിഞ്ഞുണ്ട്. ഈ 4 പേര്, അവർ 3, നിങ്ങളെല്ലാം പ്രിയ തമ്പിച്ചാനും ഞാനും ഇദ്ദേഹവും മാത്രമേ ഉള്ളൂ. ഈ ഭാഷ മാത്രമേ ഉള്ളൂ ജോലി ചെയ്യാത്തത്. നിങ്ങളെല്ലാം ജോലിക്ക് പോയ ഒരു ഇന്ന് ഇരുന്ന സമയത്ത് ജോലിക്ക് പോയാൽ 50 പൗണ്ടെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ 40 പൗണ്ട്, അറ്റ്ലീസ്റ്റ് 20 പൗണ്ട് കിട്ടുമല്ലോ. അത് വേണ്ട എന്നും പറഞ്ഞ് നമ്മളൊരു ഹോളിനുള്ളിലായി ഇരുന്നിട്ട് എന്തെങ്കിലും പ്രാപിച്ചില്ലെങ്കിൽ നഷ്ടമാണ്. അതിൽ നല്ല ജോലിക്ക് പോകണം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ വ്യത്യാസം പറഞ്ഞു. കർത്താവേ, എനിക്കും അവനെ പോലെയാണ്, എനിക്കും പത്രോസിനെ പോലെയാണ്, എനിക്കും ഒരു യോഹന്നാനെ പോലെയാണ്, എനിക്കും ഒരു ജോസഫിനെ പോലെ ആയിത്തീരണം, എനിക്കും ഒരു അനന്യാസിനെ പോലെ ആയിത്തീരണം, എനിക്കും ഒരു പൗലോസിനെ പോലെ ആയിത്തീരണം, എനിക്കും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിയിൽ കർമ്മശേഷിയുള്ള ഒരു യാക്കോബിനെ പോലെ ആയിത്തീരണം. യേശു പ്രവർത്തിക്കും. കാര്യം യേശുവിന്റെ അജണ്ടയിലുള്ളതാ നമ്മളെ കുറിച്ച് ഉപയോഗിക്കാന്നുള്ളത്. നമ്മൾ അതിന് തടയിട്ടിരിക്കുന്നത്. ഇന്ന് പറയണം, യേശുവിന്റെ രക്തത്താൽ ഞാൻ എന്റെ മുമ്പിലുള്ള ബാരിയേഴ്സിനെ മാറ്റുന്നു. എന്റെ മുമ്പിൽ എന്താണെന്നുണ്ടോ ഇന്ന് ഞാൻ അതിനെ മാറ്റുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനമുള്ള ആയുധമായി തീരും. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഇരുന്നാൽ മതി. യേശുവിന്റെ ആത്മാവ് നമ്മളെ ഒന്ന് തൊടുകയാണ്. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞാൻ യേശുവിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനമുള്ളവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന യോശുവ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ള തലമുറയും ഞാനും എനിക്കുള്ള സഹോദരനെയും ഞാനും എനിക്കുള്ള എന്റെ പ്രിയതമനുമായി യേശുവിനായി നിൽക്കും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെച്ചിട്ടുണ്ട്. യേശുവിനോട് പറ, അപ്പാ, ഈ പറയുന്നത് ഞാനും കൂടി പറയുന്നത്. കർത്താവ്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ സമയങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കർത്താവ് ഞങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പാ, വാസ്തവമായിട്ട് എന്നോട് ക്ഷമിക്കണേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, വാസ്തവമായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ യേശുവിനായിട്ടുള്ളവരാണല്ലോ, നിന്റെ രാജ്യത്തിലെ ഉപകരണങ്ങളാണല്ലോ. കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിലെ 13 വർഷത്തെ കാരാഗ്രഹം കഴിഞ്ഞ് ജോസഫ് എഴുന്നേറ്റ് പിന്നെ 110 വയസ്സുവരെ ജോസഫ് ജീവിച്ചു എന്നാ പറയുന്നത്. 80 വയസ്സ് അവരവിടെ വേണം.
80 വർഷക്കാലമുള്ള ഒരു വാഴ്ചക്കായിട്ട് 13 വർഷത്തെ കഷ്ടം സഹിക്കുവാൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഗ്രഹത്തോടുകൂടി കണ്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഇരുണ്ട കാലം മാറി എന്ന് ഞങ്ങൾ ഇന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുന്നു. ഈ ഇരുട്ടിനും വെളിച്ചത്തിനും ഒരുമിച്ച് വസിപ്പാൻ കഴിവില്ലാത്തതിനാൽ അവൻ ഇരുട്ടിന്റെ മേൽ പരിവർത്തിച്ചപ്പോൾ ഇരുട്ടിനെ എന്നേക്കുമായി മാറ്റിയെങ്കിൽ ഇന്ന് എന്റെ ഉച്ച മുതൽ ഉള്ളം കാലം വരെ ദൈവത്തിന്റെ പ്രകാശം ഭാവിക്കട്ടെ. ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ, ഞങ്ങളെ ഉപയോഗിച്ചാട്ടെ. വരും ദിവസങ്ങൾ യേശുവിനായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവ് കേട്ടതിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങുകൾ ഇപ്പോൾ ട്യൂസ്ഡേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കഴിവുള്ളവരെല്ലാം അതിന് കടന്നു വരണം. ട്യൂസ്ഡേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ലേഡീസ് മീറ്റിങ്ങുകളും നമ്മുടെ യൂത്ത് മീറ്റിങ്ങുകളും ഉള്ളതിനാലാണ് നിങ്ങൾ ആ ക്രമീകരണം ചെയ്യാൻ പറ്റുന്നവരും ക്രമീകരിക്കപ്പെട്ട് ട്യൂസ്ഡേ മീറ്റിങ്ങിലും വരണമേ എന്ന് ഉറപ്പിക്കുന്നു. നമുക്ക് ഇടയ്ക്ക് നമുക്ക് ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് നമുക്ക് അവസാനിച്ചു. ഞങ്ങളുടെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗ്ഗീയ ദൈവമേ, കർത്താവേ, നിന്റെ മക്കളാകുന്ന സഭയായി ഞങ്ങൾക്ക് ഇത് തിരുസന്നിധിയിലായിരിക്കും ഞങ്ങളെ നീ ബലപ്പെടുത്തിയല്ലോ, ഞങ്ങളെ നീ ശക്തീകരിച്ചല്ലോ. കർത്താവേ, കടന്നു വന്ന സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. ചില വിഷയങ്ങൾ ഞങ്ങളോട് സംവാദിച്ചു. ചിലതിനെ ഞങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കർത്താവ് ബലപ്പെടുത്തി. ചിലതിനെ കർത്താവെ ഞങ്ങൾ ദൈവത്തിന്റെ വ്യക്തമായ ഒരു ആലോചനയ്ക്കായിട്ട് ഞങ്ങൾ സമയം തരുന്നു. കർത്താവേ, യേശുവിന്റെ ആലോചനയ്ക്ക് അനുസൃതമായി യേശുവിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഞങ്ങൾ സഭയായി സമർപ്പിച്ചിരിക്കുന്നു. കർത്താവിനായിട്ട് ഞങ്ങൾ നിലനിൽക്കണം. കർത്താവിനായിട്ട് ഞങ്ങൾക്ക് മുൻപന്തിയിലായി തീരണം. ഞങ്ങളുടെ പഴിയും ദൂഷിയും നിന്ന പരിഹാസങ്ങളെല്ലാം ഇന്ന് യേശു എടുത്ത് മാറ്റി ഞങ്ങളുടെ പേരുണ്ടായിരുന്ന ഇരുട്ടെ അല്ലെങ്കിൽ അസ്ഥികൾ ക്ഷയിച്ച അവസ്ഥകളിന്മേലെല്ലാം യേശു ഇന്ന് വ്യത്യാസം വരുത്തി ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റവരായി തീർന്നിരിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളെ ഇന്ന് മുതൽ പുതുക്കത്തിന്റെ ആത്മാവിനാൽ ശക്തീകരിച്ചു വേണ്ടുവോളം ദൈവകൃപ പ്രാപിപ്പാൻ ഞങ്ങളാകുന്ന കർത്താവെ വെസൽസുകളെ ഉപയോഗിക്കാൻ കർത്താവ് പദ്ധതി ഇട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾക്കായി സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ലണ്ടൻ ദേശത്ത് നടന്ന മീറ്റിങ്ങിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനേകം കർത്താവെ 2-3 ദിവസം കൊണ്ട് ദൈവത്തെ വാസ്തവമായിട്ട് അറിയുവാൻ ഇടയാക്കിയല്ലോ. കർത്താവെ, ശുശ്രൂഷിച്ച ദേവദാസന്മാരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിച്ച ലിവർപൂളിൽ ഒരു ഉണർവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പിച്ച അതിന്റെ ആരംഭ പടികളാണെന്ന് ഞങ്ങൾ അറിയുന്നപ്പ, അതിന്റെ തുടക്കമാണിതെന്ന് ഞങ്ങൾ അറിയുന്നപ്പ, അതിനായിട്ട് ഞങ്ങളെ ഉപയോഗിച്ചാട്ടേപ്പ. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ കർത്താവേ ദേശത്ത് യേശുവിനായിട്ട് നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കണം. അനേക അന്ധകാര മണ്ഡലങ്ങൾ പൊളിക്കുവാൻ അടിയങ്ങളുടെ മേലെ ദിവ്യശക്തി പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഇത് ഭവനങ്ങളിലായിരിക്കുന്നവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ കർത്താവ് ഞങ്ങൾ ചൊവ്വാഴ്ച വീണ്ടും കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ, ഞങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുവേ, ആമേൻ. സമയം